ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുടുംബ വിചാരത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഉൾക്കാഴ്ചകളാണ്. ജീവിതത്തിൽ നാം പല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം ചെയ്യണം, ഏത് തരത്തിലുള്ള ജോലി, വൊക്കേഷൻ ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നാം ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ ജീവിതത്തിലെ ഒരു തിരഞ്ഞെടുപ്പാണ് ലൈഫ് പാർട്ട്ണർ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത്. ഇത്തരത്തിലുള്ള ജീവിതത്തിലെ 3 തീരുമാനങ്ങളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ജീവിത പങ്കാളിയെ, ശരിയായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം അനുഗ്രഹീതമായി തീരും. ഒരിക്കലൊരു ഇംഗ്ലീഷ് അധ്യാപകൻ 2 വാക്കുകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വാക്ക് കംപ്ലീറ്റ്, രണ്ടാമത്തെ വാക്ക് ഫിനിഷ്. ഈ 2 വാക്കുകൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകൻ പറഞ്ഞു, ഇഫ് യു ഗെറ്റ് എ റൈറ്റ് പാർട്ട്ണർ ഇൻ യുവർ ലൈഫ് വിൽ ബി കംപ്ലീറ്റ്. If you are not getting a right partner, or if you are getting a wrong life partner in your life will finish. ഇത് ഇംഗ്ലീഷ് അധ്യാപകൻ 2 വാക്കുകൾ പഠിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന പങ്കാളി ജീവിതത്തിൽ വളരെയധികം ആഴമായ സ്വാധീനം ചെലുത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശരിയായ ജീവിത പങ്കാളിയെ വളരെ പ്രാർത്ഥനാപൂർവം തിരഞ്ഞെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ജീവിതം അനുഗ്രഹമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. ഞാനൊരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി കൊട്ടാരക്കര കോളേജിൽ പഠിച്ച കാലത്ത് അന്ന് ഞാൻ പങ്കെടുത്ത കൂട്ടായ്മയിലെ പ്രയർ ഗ്രൂപ്പിലെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. അന്ന് 17 വയസ്സിൽ അത് പറഞ്ഞപ്പോൾ അന്ന് അത്ര ഗൗരവമായിട്ട് തോന്നിയില്ല. എന്നാൽ അന്നു മുതലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും ഒക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും ഇതൊരു യാഥാർത്ഥ്യമാണ്. നാം അറിവായ പ്രായം മുതൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. ദൈവമേ, തക്ക തുണയെ എനിക്ക് നൽകണമേ. നമ്മുടെ വളരെ ദീർഘനാളത്തെ പ്രാർത്ഥന തക്ക തുണയെ ദൈവം നമുക്ക് നൽകും എന്നതിൽ സംശയമില്ല. സദൃശ്യവാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 19-ാമത്തെ അധ്യായം 14-ാം വാക്യം, തക്ക പങ്കാളിയെ ദൈവം നൽകുന്നു എന്ന് സദൃശ്യവാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പങ്കാളി ദൈവം നൽകുന്നതാണ്. ദൈവം നൽകാനിരിക്കുന്ന പങ്കാളിക്ക് വേണ്ടി വളരെ പ്രാർത്ഥനാപൂർവമുള്ള ഒരു തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3 വാക്കുകൾ നാം ശ്രദ്ധിക്കണം. ABC ഓഫ് ചൂസിങ് എ ലൈഫ് പാർട്ട്ണർ. അലൈൻമെന്റ്, ഒരുമിച്ച് ഒത്തുപോകാൻ തക്ക ആളായിരിക്കണം. 2 ബിഹേവിയർ, സ്വഭാവ ശ്രേഷ്ഠതയുള്ള ആളായിരിക്കണം. 3 കമ്മിറ്റ്മെന്റ്, കുടുംബത്തോടും പരസ്പരമുള്ള ജീവിതത്തിലും പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം നമ്മുടെ ജീവിത പങ്കാളി. 1 ആത്മീയമായ ഒത്തുപോക്ക്. ഈ കാലത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളൊക്കെ ജീവിത പങ്കാളികളായിട്ട് വരാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് വിശ്വാസത്തിലായിരിക്കുന്നുവോ അതേ വിശ്വാസത്തിലുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ഏത് വിശ്വാസത്തിലായിരിക്കുന്നുവോ അതേ വിശ്വാസത്തിൽപ്പെട്ട ആളെ തിരഞ്ഞെടുക്കുന്നത് ജീവിതം അനുഗ്രഹകരമായി തീരുന്നതിന് തീർച്ചയായിട്ടും വളരെ പ്രധാന പങ്ക് വഹിക്കും എന്നതിൽ സംശയമില്ല. മാതാപിതാക്കളുടെ അതേ വിശ്വാസത്തിൽ, 2 പേരുടെയും ഒരുമിച്ചുള്ള വിശ്വാസത്തിൽ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അത് വളരെയധികം സഹായിക്കും. 2 വിശ്വാസത്തിലുള്ളവരാണ് എങ്കിൽ തീർച്ചയായും അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. ഏത് വിശ്വാസമാണ് അവർ സ്വീകരിക്കേണ്ടത്? ബാല്യകാലത്തിലാണ് ഓരോ കുഞ്ഞും അവരുടെ ജീവിതത്തിന്റെ ഒരു വിശ്വാസം രൂപപ്പെടുന്നത്. ആ വിശ്വാസ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് ഇരുവർക്കും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നതുകൊണ്ട് തീർച്ചയായും നാം തിരഞ്ഞെടുക്കുന്ന പങ്കാളി ഒരേ വിശ്വാസത്തിൽ പെടുന്നത് ആയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരേ വിശ്വാസം, ഒരേ ആത്മീയ ദിശ,
ഒരേ ജീവിത മൂല്യങ്ങൾ ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിത ലക്ഷ്യത്തിലുണ്ടാകുന്ന വ്യത്യാസം, വിശ്വാസത്തിലുണ്ടാകുന്ന വ്യത്യാസം, ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ കുടുംബജീവിതത്തിന്റെ വിജയത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമാനതകൾ ഉള്ളവർ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്, പരസ്പരം തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഏറ്റവും അനുഗ്രഹകരമായി തീരും. നമുക്കറിയാം, രണ്ടുപേർ മല കയറാനായി പോകാൻ ആരംഭിച്ചാൽ ഒരാൾ മുകളിലേക്കും മറ്റേയാൾ താഴേക്കും കയറാൻ തുടങ്ങിയാൽ ഒരേ സ്ഥലത്ത് ഒരിക്കലും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരുമിച്ച് നീങ്ങുമ്പോഴാണ് മലയുടെ മുകളിൽ എത്തുന്നത്. ജീവിതത്തിലും അതുപോലെയാണ്. ഒരുമിച്ച് നടക്കാൻ, ഒരേ വിശ്വാസത്തിൽ ആത്മീയ ദിശയിൽ സഞ്ചരിക്കുന്നവർ ആകുന്നതാണ്, അവരെ തിരഞ്ഞെടുക്കുന്നതാണ് കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നത്. 2, സ്വഭാവ ശ്രേഷ്ഠത വളരെ പ്രധാനമുള്ള കാര്യമാണ്. സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായം 10-ാം വാക്യം 31:30. യഹോവ ഭക്തിയുള്ള പങ്കാളിയാണ് ബഹുമാനിക്കപ്പെടുന്നത്. ദൈവഭക്തിയാണ് ബഹുമാനിക്കപ്പെടുന്നത്. സ്വഭാവ ശ്രേഷ്ഠത വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്ന് പലപ്പോഴും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യത്യസ്തമായ ഗുണഗണങ്ങളൊക്കെ നോക്കാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് സ്വഭാവ സവിശേഷതയാണ്. ദൈവവചനം അത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്വഭാവ സവിശേഷതയുള്ള ആളാണ് ദൈവം എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടുന്നത്, ദൈവം എല്ലായ്പ്പോഴും ആദരിക്കപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയാൻ പ്രധാനമായി ഈ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ഒരു കോപമുണ്ടാകുമ്പോൾ എത്തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്, പ്രശ്നങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, അതൊക്കെ മനസ്സിലാകുമ്പോൾ തന്നെ ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു യുവാവും യുവതിയും അവർ തമ്മിൽ വിവാഹത്തിന് മുൻപുള്ള സംസാരത്തിന് ഒരു ഭക്ഷണത്തിന് ചുറ്റും ഇരിക്കുകയാണ്. പെട്ടെന്ന് ഭക്ഷണം സെർവ് ചെയ്ത ആൾ കാട്ടിയ ഒരു ചെറിയ അപാകത, അത് അവരിൽ ഒരാൾ വളരെ കയർത്ത് സംസാരിക്കുകയാണ്. ആ ഒരു കയർത്ത സംസാരം ശ്രദ്ധിക്കുമ്പോൾ തന്നെ പരസ്പരം അവർ തീരുമാനിക്കുന്നു, ഇത് എനിക്ക് പറ്റിയ ആളല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് കോപത്തിൽ നാം എങ്ങനെ പെരുമാറുന്നു, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നതുകൊണ്ട് തന്നെ ഒരാളുടെ സ്വഭാവ ശ്രേഷ്ഠത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3, പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്. പരസ്പരം പ്രതിബദ്ധതയുള്ളവർക്ക് മാത്രമേ ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അതേ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അല്ലെങ്കിൽ ഇതുവരെയുള്ള ബന്ധത്തിനപ്പുറം പങ്കാളികൾ തമ്മിലുള്ള ഒരുമ, ഐക്യം, അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. പരസ്പരം പ്രതിബദ്ധതയുള്ളവരായി തീരും എന്നതാണ് കുടുംബജീവിതത്തിലൂടെ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് പരസ്പരം പ്രതിബദ്ധതയുള്ളവർ ഒരുമിച്ച് ചേരുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീരാനായിട്ട് സാധിക്കുന്നത്. പരസ്പരം വിശ്വസ്തതയുള്ളവർ, പരസ്പരം ഉത്തരവാദിത്വമുള്ളവർ, പരസ്പര ബന്ധത്തെ മാനിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ ആയി തീരുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നത്. അതുകൊണ്ട് വിവാഹം, കുടുംബം എന്നത് പരസ്പര പ്രശ്നങ്ങൾ ഇല്ലാത്തവർ എന്നല്ല, വിജയകരമായി അതിനെ എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നതാണ്. 60-ാം വിവാഹ വാർഷികം ആഘോഷിച്ച ഒരു കുടുംബത്തോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിജയ രഹസ്യം? അപ്പോൾ അവർ ഇരുവരും ചേർന്ന് പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിച്ച കാലത്ത് തന്നെ മനസ്സിലാക്കി, എന്തെങ്കിലും ഒരു സാധനം തകരുമ്പോൾ അത് ഞങ്ങൾ റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിത ബന്ധത്തിൽ, ഞങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പരിഹരിക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. 3 വാക്കുകളാണ് ഒരു കുടുംബജീവിതത്തിലെ പങ്കാളിയെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കാനായിട്ട്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. 1, അലൈൻമെന്റ്. ആത്മീയമായി ഒത്തുപോകാൻ പറ്റിയ ആളുകളായിരിക്കണം തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. 2, സ്വഭാവ ശ്രേഷ്ഠത വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. 3, ജീവിതകാലത്തിൽ ഉടനീളം പരസ്പര പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്. അപ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നത്. നമുക്ക് ദൈവം നൽകാനുള്ള പങ്കാളിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയമായി ഒരുമിച്ച് പോകുന്ന, പരസ്പരം സ്നേഹബന്ധമുള്ള, സ്വഭാവ ശ്രേഷ്ഠതയുള്ള, സമർപ്പണമുള്ള
പങ്കാളികളെ നമുക്ക് ജീവിതത്തിൽ തിരഞ്ഞെടുക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.